പട്ടം ഗേൾസ് സ്കൂളിന്റെ പിറകുവശത്തുള്ള മതിലിന്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഈ കാണുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. അതിനോട് ചേർന്നാണ് സ്കൂൾ കെട്ടിടമുള്ളത്. ഈ കാണുന്ന ഭാഗത്തെ മൂലയ്ക്കുള്ള മതിലിന്റെ ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീണ അവസ്ഥയിലാണ്. പാറക്കഷ്ണങ്ങളും ചുടുകട്ടയും എല്ലാം ഇങ്ങോട്ടേക്ക് റോഡിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. ഇനി ഏതായാലും മഴ മാറിയതിനു ശേഷം മാത്രമേ ഇത് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയൊക്കെ കഴിയുകയുള്ളൂ. ഒപ്പം ഈ മതിലിനും സ്കൂളിനും തമ്മിൽ വലിയ അകലമില്ല. അടുത്ത് തന്നെയാണ് സ്കൂൾ കെട്ടിടമുള്ളത്. അതുകൊണ്ട് കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു പലകയൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ അപകടം ഏതായാലും പതിയിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നിലവിലെ ഏതായാലും ഇവിടുത്തെ അവസ്ഥ. ഈ മൂലയ്ക്ക് വെള്ളം വന്നിറങ്ങിയതാകാം ഈ മതിൽ പുറത്തേക്ക് തള്ളാൻ കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സ്കൂളിലെ PTA പ്രസിഡന്റ് മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. മൂല ആയതുകൊണ്ട് വെള്ളം വന്ന് ഇറങ്ങിയിട്ട് ഇടിഞ്ഞതാണ്. അത് എഞ്ചിനീയർ AE ഒക്കെ വന്നിട്ടുണ്ട്. അവർ നോക്കിയിട്ട് എന്താണെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ നമുക്കിത് ചെയ്തു തരണം. അവിടുന്ന് ക്ലാസ്സിൽ കുട്ടികളെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ബിൽഡിങ്ങിനൊന്നും പറ്റിയിട്ടില്ല. ഈ ഒരു മൂല മാത്രമാണ് ആയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ മതിലിന്റെ മറ്റൊരു ഭാഗത്തും ഒരു അപകടാവസ്ഥ നിലനിൽക്കുകയാണ്. ആ മരം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ മതിൽ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഇവരും നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പക്ഷെ അവിടെ ഒരു മതിലിടിഞ്ഞു വീഴാനുള്ള അപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഏതായാലും കോർപ്പറേഷന്റെ ജീവനക്കാർ തന്നെ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ ജീവനക്കാരുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഇനി ഏതായാലും മതിൽ പുതുക്കി പണിയണം. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഈ മതിലിന്റെ ഈ ഭാഗത്ത് അവിടുത്തെ കുറേയും കൂടി മണ്ണും കല്ലും ഒക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി ഒന്നേന്ന് ഇവിടെ താഴെ മുതൽ കെട്ടി തുടങ്ങേണ്ട ഒരു അവസ്ഥയിലാണ്. ഒപ്പം തന്നെ ആ ഭാഗവും പൊളിച്ചു പണിയേണ്ട അവസ്ഥയിലാണ്. ടെൻഡർ നടപടികളൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും മഴ മാറിയതിനു ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം. രാകേഷിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.